ഹലോ മക്കളെ, പരീക്ഷാകാലത്ത് നിങ്ങൾ നോക്കി നടക്കും എങ്ങനെ ഫുൾ മാർക്ക് നേടാം, എങ്ങനെ എ ഗ്രേഡ് നേടാന്നൊക്കെ അല്ലേ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ പരീക്ഷയിൽ ഉണ്ടാവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. മലയാളം പരീക്ഷയുടെ കാര്യമാണ് ടീച്ചർ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രവർത്തനം എല്ലാവർക്കും മാർക്ക് വാങ്ങാൻ പറ്റുന്ന വായിക്കാം, എഴുതാം, കണ്ടെത്താം, എഴുതാം എന്നുള്ള ഒരു ചോദ്യമാണ് അല്ലേ. അതിലൊരു പാരഗ്രാഫ് തരും, അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ താഴെ തന്നിട്ടുണ്ടാവും. എന്നിട്ട് ഉത്തരങ്ങൾ നമുക്ക് ഇതിൽ നിന്നും കണ്ടെത്താം. അപ്പോൾ എളുപ്പത്തിൽ എ ഗ്രേഡ് നിങ്ങൾക്ക് കിട്ടില്ലേ. പിന്നെ നിവേദനം തയ്യാറാക്കാനുണ്ടാവും, പത്രവാർത്തയുണ്ടാവും, പിന്നെ അഭിപ്രായക്കുറിപ്പ്, വിശകലനക്കുറിപ്പ്. എല്ലാവരും വട്ടം കറക്കുന്ന ഒന്നാണ് അഭിപ്രായക്കുറിപ്പ്, വിശകലനക്കുറിപ്പ്. പിന്നെ ഒന്ന് പ്രസംഗം തയ്യാറാക്കാം, ഉപന്യാസം തയ്യാറാക്കാം. അയ്യോ, കൺഫ്യൂസ്ഡ് ആവും അല്ലേ ചോദ്യങ്ങൾ കാണുമ്പോൾ. പിന്നെ കാർട്ടൂൺ വിശകലനം, കഥാപാത്ര നിരൂപണം. കാർട്ടൂൺ വിശകലനം അതെങ്ങനെയാണ് എന്നുള്ളത് എല്ലാവർക്കും ഇപ്പോഴും സംശയമുള്ളൊരു കാര്യമാണ്. കഥാപാത്ര നിരൂപണം നമ്മൾ ചെയ്ത് കുറേ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള ആസ്വാദനക്കുറിപ്പ്, കത്ത്, അഭിമുഖ ചോദ്യാവലി എന്നിവയൊക്കെയാണ് നമുക്ക് എന്തുള്ളത് പരീക്ഷയ്ക്ക് സാധാരണ കാണുന്നത്. പ്ലസ് ഓരോ പാഠപുസ്തകത്തിലെ പാഠങ്ങളും നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. ഇതൊക്കെ വിശദമായിട്ട് പഠിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ലൈവ് ക്ലാസ്സുകളിലേക്ക് ഓടിയങ്ങ് വരിക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.